ഓം നമോ ഭഗവതേ വാസുദേവായ. 717 വിശ്വമൂർത്തി. ഈ വിശ്വമാകുന്ന ശരീരത്തോടു കൂടിയവൻ, മൂർത്തി സ്വരൂപം, അതാണ് വിശ്വമൂർത്തി. 718 മഹാമൂർത്തി. അനന്തനാകുന്ന ശയ്യയിൽ അധിവസിക്കുന്ന മഹത്തായ ശരീരത്തോടു കൂടിയവൻ, വലിയ ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ മഹാമൂർത്തി. 719 ദീപ്തമൂർത്തി. അത്രയും പ്രകാശമുള്ള ദീപ്തമായ ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ദീപ്തമൂർത്തി. 720 അമൂർത്തിമാൻ. കർമ്മനിർമ്മിതമായ, താൻ സ്വേച്ഛയാ സ്വീകരിക്കുന്ന ശരീരത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് വിശ്വമൂർത്തി, മഹാമൂർത്തി എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ശരീരമേ ഇല്ലാത്ത ആ മൂർത്തി സ്വരൂപമല്ലാത്ത ആ പരമാത്മാവാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്നതിനാൽ ശരീരരഹിതമായ നിർഗുണ ബ്രഹ്മം, അതാണ് അമൂർത്തിമാൻ. 721 അനേകമൂർത്തി. നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ആ ഭഗവാൻ ലോകരക്ഷണാർത്ഥം ഓരോരോ ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെ മത്സ്യകൂർമ്മ വരാഹാദി അവതാരങ്ങളെ, അനേക അവതാരങ്ങളെ, അംശാവതാരങ്ങളായിട്ടും ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനേക അവതാരങ്ങളെ സ്വീകരിച്ചവൻ എന്ന അർത്ഥത്തിൽ അനേകമൂർത്തി. 722 അവ്യക്തഃ. ഭഗവാന്റെ നിർഗുണരൂപത്തെയും സഗുണരൂപത്തെയും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതിനാൽ അവ്യക്തഃ. 723 ശതമൂർത്തി. ഈ പ്രപഞ്ചത്തിൽ കാണുന്നവയെല്ലാം ഭഗവാൻ തന്നെയാണ്. ശതം എന്നതിന് മുൻപ് പറഞ്ഞു അനേകം, എല്ലാ ജീവജാലങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെ എന്ന അർത്ഥത്തിൽ ശതമൂർത്തി. 724 ശത ആനനഃ. ഇങ്ങനെ അനേകം മൂർത്തികളായിട്ടിരിക്കുന്ന ആ പരമാത്മാവിന് ആനനമെന്നാൽ മുഖം, അനേകം മുഖങ്ങൾ ഉണ്ടാവുന്നു. അതിനാൽ ശതാനനഃ. 725 ഏകഃ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ പരമാത്മാവ് ഏകനാണ്, ഒന്നേ ഉള്ളൂ. ഒരേ ഒരു ബ്രഹ്മത്തെയാണ് പലതായിട്ട് നമ്മൾ കാണുന്നത്, അതാണ് ഏകഃ. 726 നൈകഃ. ന ഏകഃ, ഒന്നല്ല, അപ്പോൾ അനേകഃ. എപ്പോഴാണ് ഭഗവാൻ അനേകനാകുന്നത്? ആ മായയിൽ പ്രതിബിംബിക്കുമ്പോൾ ഒരേ ഒരു പരമാത്മാവ് ഈ മായയാകുന്ന ആ ഒരു കണ്ണാടിയിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ് അനേകമായിട്ട് തോന്നുന്നത്. അതൊരു ഭ്രമക്കാഴ്ചയാണ്, എങ്കിലും നമുക്കങ്ങനെ തോന്നുന്നു എന്നതിനാൽ ന ഏകഃ. 727 സവഹ. സവം എന്നാൽ യാഗം ആയിട്ടുള്ളവൻ. ഈ സവം എന്നതിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു പേര് പറയാൻ കാരണം സോമലതയുടെ രസം പിഴിഞ്ഞെടുത്ത് ചെയ്യപ്പെടുന്ന യാഗത്തിനാണ് സവം എന്ന പേർ. ഇങ്ങനെ യാഗസ്വരൂപനായിരിക്കുന്നതും ഭഗവാൻ എന്നതിനാൽ സവഹ. 728 കഹ. കഹ ശബ്ദം സുഖവാചക ശബ്ദമാണ്, അതിനാൽ സുഖസ്വരൂപനായ പരമാത്മാവ്. 729 കിം. കിം എന്ന വാക്കിന് എന്ത് എന്നാണ് ഒരർത്ഥം.
അപ്പോൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്വരൂപത്തോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ കിം. 730 യത്. യത് എന്നാൽ യാതൊന്ന്. അപ്പോൾ യാതൊന്ന് എന്ന് പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് ആ ബ്രഹ്മത്തെക്കുറിച്ചാണ്. അങ്ങനെ സ്വതസിദ്ധമായ വസ്തുവിനെ, ആ വസ്തു എന്നാൽ ഉള്ളതായ ആ ബ്രഹ്മത്തെക്കുറിച്ച് ഉദ്ദേശിച്ച് പറയുന്നു എന്നതിനാൽ ആ ശബ്ദവും ഭഗവാൻ തന്നെ യത്. 731 തത്. അത് എന്ന് പറഞ്ഞാലും ആ പരബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് തത് ത്വം അസി എന്ന് ഗുരു ശിഷ്യനോട് പറയുന്നത്. അത് ആ പരബ്രഹ്മം, ത്വം നീ, അസി ആകുന്നു, നീ തന്നെയാകുന്നു. അതുപോലെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഓം തത് സത്. ഈ 3 പദവും ആ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നതാണ് എന്ന്. 732 അനുത്തമം പദം. പദ്യത്തെ എന്നാൽ ഗമിക്കുന്നത്, മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളാൽ ഗമിക്കപ്പെടുന്ന പദം. അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു പദത്തിൽ എത്തിച്ചേരാനാണ്. ഇങ്ങനെ അനുത്തമം എന്നാൽ ഉത്കൃഷ്ടം, ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നില്ല. അങ്ങനെ അത്രയും ഉത്കൃഷ്ടമായ ആ പദമായിരിക്കുന്ന ഭഗവാൻ, അതാണ് അനുത്തമം പദം. 733 ലോകബന്ധു. ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും ബന്ധുവായിട്ട് ആശ്രയിക്കാവുന്നത് ഭഗവാനെ മാത്രമാണ്. ഭഗവാനെ ആശ്രയിച്ചാൽ ജീവിതകാലം മുഴുവൻ സുഖമായിട്ടിരിക്കാം. അതല്ലാതെ നമ്മുടെ മുന്നിൽ കാണുന്ന വ്യക്തികളെയാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞ് ആശ്രയിക്കുന്നതെങ്കിൽ ആ വ്യക്തികൾ നശ്വരമാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇല്ലാതെയാകും. അതോടുകൂടെ നമുക്ക് ജീവിതത്തോടുള്ള രസവും തീരുന്നു. എന്നാൽ ഭഗവാനാണ് നമ്മുടെ ബന്ധുവെങ്കിൽ ഭഗവാൻ തന്നെയാണ് പല രൂപത്തിൽ എൻ്റെ ബന്ധുവായിട്ടിരിക്കുന്നത് എന്ന ചിന്ത തന്നെ നമുക്കൊരു രസമാണ്. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ ഭഗവാൻ നമ്മുടെ ബന്ധുവായിട്ട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു ബന്ധു അത് ഭഗവാനാണ്. അതാണ് ലോകബന്ധുഹു. 734 ലോകനാഥഃ. ഈ ലോകങ്ങൾക്ക് നാഥനായവൻ, എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ, അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നവൻ, ഏത് പ്രതിസന്ധിയിലും ആശ്രയിക്കാവുന്നവൻ, ഇങ്ങനെ എല്ലാമായ നാഥനായിരിക്കുന്നവൻ, അതാണ് ലോകനാഥഃ. 735 മാധവഃ. മധു എന്നൊരു രാജാവ് ഈ യദുവംശത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുലത്തിൽ ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ മാധവഃ. ഈ മധു എന്ന രാജാവിൻ്റെ ചെറുമകനാണ് വൃഷ്ണി എന്ന രാജാവ്. അതുകൊണ്ട് ഭഗവാനെ വൃഷ്ണികുലോത്തമൻ, വൃഷ്ണികുലത്തിൽ ജനിച്ചവൻ എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ മധു, വൃഷ്ണി, യദു തുടങ്ങിയ രാജാക്കന്മാരാൽ പ്രസിദ്ധമായ കുലത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് എന്നതിനാൽ ഈ 3 പേരുടെയും പിൻതലമുറക്കാരൻ എന്ന പേരിൽ ഭഗവാന് ഒരുപാട് നാമങ്ങൾ ഉണ്ട്. 736 ഭക്തവത്സലഃ. ഭക്തന്മാരിൽ അത്രയധികം വാത്സല്യമുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭക്തവത്സലഃ. 737 സുവർണവർണഃ. നല്ല സ്വർണ്ണ നിറമുള്ളവൻ. ഒരു ശ്രുതിവാക്യം തന്നെ ഇതാണ്: അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധകൻ സ്വർണവർണ്ണനായ പരമാത്മാവിനെ കണ്ടെത്തും. അപ്പോൾ ആ പരമാത്മാവിൻ്റെ നിറം, ആ ഒരു തേജസ് സ്വർണവർണ്ണമാണ് എന്ന് ശ്രുതി പറയുന്നു. 738 ഹേമാംഗഃ. ഹേമം എന്നാൽ സ്വർണം.
സ്വർണമയമായ ശരീരം ഉള്ളവൻ. ആദിത്യമണ്ഡല മധ്യത്തിൽ സ്വർണമയനായ പുരുഷനായിട്ട് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് മറ്റൊരു ശ്രുതിവാക്യം ഉണ്ട്. അങ്ങനെ ഹേമാംഗഃ. 739 വരാംഗഃ. വരം എന്നാൽ ശ്രേഷ്ഠമായിട്ടുള്ള ശോഭനങ്ങളായ അവയവങ്ങൾ ഉള്ളവൻ വരാംഗഃ. 740 ചന്ദനാംഗതി. ചന്ദന അംഗതി. അംഗതം തോൾവളകൾ. ചന്ദനങ്ങൾ എന്നാൽ ആഹ്ലാദകരങ്ങൾ, അതായത് കാണുന്നവർക്ക് ആഹ്ലാദത്തെ കൊടുക്കുന്ന ആ അലങ്കാരം, തോൾവളയാകുന്ന അലങ്കാരത്തോടു കൂടിയവൻ, അതാണ് ചന്ദനാംഗതി. 741 വീരഹ. ഹിരണ്യകശിപു മുതലായ അസുരവീരന്മാരെ ഹനിച്ചവൻ, ഇല്ലാതാക്കിയവൻ എന്ന അർത്ഥത്തിൽ വീരഹ. 742 വിഷമഹ. ഭഗവാന് സമനായിട്ട് ആരും ഇല്ല എന്നതിനാൽ ഭഗവാൻ വിഷമഹ. ഇവിടെ സമഹ എന്നത് ഷ എന്നായി മാറിയതാണ്, അതാണ് വിഷമഹ. 743 ശൂന്യഹ. പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിർവികാരൻ, നിർഗുണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല, യാതൊരു വികാരവും ഇല്ലാത്തവൻ, അപ്പോഴതൊരു ശൂന്യഭാവത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ശൂന്യഹ. 744 ഘൃതാശീഹി. ആശിസ്സുകൾ ഇല്ലാത്തവൻ, അതായത് ആശീർവാദങ്ങൾ ഇല്ലാത്തവൻ എന്നാൽ അങ്ങനെ ഒന്ന് ആവശ്യമില്ലാത്തവൻ. ഭഗവാൻ മറ്റുള്ളവർക്കാണ് ആശീർവാദത്തെ കൊടുക്കുന്നത്, സ്വയം അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഘൃതം എന്നാൽ ഇല്ലാത്തവൻ അല്ലെങ്കിൽ അത് പോയവൻ. അപ്പോൾ പോയവൻ എന്നതുകൊണ്ട് അത് ആവശ്യമില്ല, അതുകൊണ്ട് അതില്ലാത്തവൻ, അതാണ് ഘൃതാശീഹി. 745 അചലഹ. എന്തൊക്കെ അവതാരം സ്വീകരിച്ചാലും തൻ്റെ സ്വരൂപത്തിൽ നിന്നോ ശക്തിയിൽ നിന്നോ സാമർഥ്യത്തിൽ നിന്നോ ഒന്നും ഒരു ചലനമില്ലാത്തതിനാൽ ആ പരമാത്മാവ് അചലനാണ്, അതാണ് അചലഹ. 746 ചലഹ. എന്നാൽ ഭഗവാൻ വായുരൂപേണ സർവത്ര ചലിക്കുന്നു എന്നതിനാൽ ചലഹ. 747 അമാനി. താൻ പരമാത്മാവാണ് എന്ന ആ ഒരു ചിന്തയുള്ളതിനാൽ ഒരു പ്രത്യേകമായൊരു വ്യക്തിബോധം ഇല്ലാത്തവൻ. ആ വ്യക്തിബോധം ഉണ്ടാകുമ്പോഴാണ് മാന അപമാന ദ്വന്ദ്വങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ അമാനി. 748 മാനദഹ. എന്നാൽ താൻ സൃഷ്ടിക്കുന്ന ആ ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യർക്കൊക്കെ ആ മായയിൽ പെടുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ആ ഒരു അഹങ്കാരമാണ്. ഞാൻ ഒരു വേറെ ഒരു വ്യക്തിയാണെന്ന ആ ഒരു ചിന്ത, ആ മാനത്തെ, ആ മാന ചിന്തയെ ദഹ എന്നാൽ ദാനം ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു വ്യക്തി ചിന്ത ഉണ്ടാവാൻ കാരണം മായയാണ്. അത് ഇല്ലാതിരിക്കണമെങ്കിലും മായാധീശനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കണം, ശരണാഗതി അടയണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വ്യക്തിബോധം അങ്ങോട്ട് വേരോടെ പറിച്ചു മാറ്റപ്പെടുന്നത്. അതാണ് നമുക്ക് മാനത്തെ തരുന്നത് ഭഗവാനാണ്, മാനദഹ. 749 മാന്യഹ. സർവേശ്വരനാകയാൽ എല്ലാവരാലും മാനിക്കപ്പെടുന്നവൻ. 750 ലോകസ്വാമി. 14 ലോകങ്ങൾക്കും സ്വാമിയായിട്ടുള്ളവൻ, ആശ്രയഭൂതൻ, നാഥൻ, എല്ലാ അർത്ഥത്തിലും സ്വാമിയായിരിക്കുന്നവൻ. 751 ത്രിലോകധൃക്.
മൂന്ന് ലോകങ്ങളെയും തന്നിൽ തന്നെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിലോകധൃക്. 752 സുമേധാഹ. സു ശോഭനമായ, മേധ മേധാശക്തി, ധാരണാബുദ്ധി ഉള്ളവൻ, എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായ ധാരണ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ സുമേധാഹ. 753 മേധജഹ. ഇവിടെ മേധം എന്നതുകൊണ്ട് അശ്വമേധാദി യാഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അശ്വമേധാദി യാഗം നടത്തുന്നതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അവസാനം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുമെന്നാണ്. അങ്ങനെ ആ അശ്വമേധാദി യാഗത്തിൽ ജനിക്കുന്നവൻ അഥവാ പ്രത്യക്ഷപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ മേധജഹ. 754 ധന്യഹ. സർവഥാ കൃതാർത്ഥനായവൻ, ഒന്നും ഇവിടെ സാധിക്കാനില്ല. 755 സത്യമേധാഹ. സത്യമായ മേധ ഉള്ളവൻ, അതായത് ബുദ്ധി കൊണ്ടാണ് ഒരു കാര്യത്തെ നിശ്ചയിക്കുന്നത്. ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചാൽ അത് സത്യമായി തീരും എന്നതിനാൽ സത്യമേധാഹ. 756 ധരാധരഹ. ധര ഭൂമി, ഭൂമിയെ ധരിക്കുന്ന ആദിശേഷൻ മുതലായവയൊക്കെ തന്നെ ഭഗവാന്റെ തന്നെ അംശാവതാരങ്ങളാണ്. അങ്ങനെ താൻ തന്നെ ആയിരിക്കുന്ന അംശാവതാരങ്ങളെ കൊണ്ട് ഭൂമിയെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ധരാധരഃ. ഹരി ഓം.